നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ആസ് യൂഷ്വൽ നമ്മൾ കരുനാഗപ്പള്ളി കോണ്ടെക്സ്റ്റിലാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഒരു ലേബർ ബേസ്ഡ് ആശയമാണ്. ലേബർ എന്ന് മനസ്സിലാവുമല്ലോ, അതായത് തൊഴിൽ. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി, നമ്മുടെ ഓണാട്ടുകര ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ധാരാളം അമ്പലങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ അധികം കൈത്തൊഴിലുകൾ വേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ കൈത്തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, അവിടെ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് നമ്മുടെ പുഷ്പങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചന്ദനത്തിരികളാക്കിയിട്ടും സാമ്പ്രാണിത്തിരികളൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് പോകുന്ന പുഷ്പങ്ങളെ നമുക്ക് ചന്ദനത്തിരികളാക്കി കഴിഞ്ഞാൽ അവയിൽ നിന്നും നമുക്ക് അല്പം സെയിൽസ് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ധാരാളം എണ്ണ വേണ്ടി വരും, നല്ലെണ്ണ, അങ്ങനെ വിളക്കിന്റെ എണ്ണ, അത്തരം കാര്യങ്ങളൊക്കെ. അപ്പം അതാണെങ്കിലും ഇപ്പം എണ്ണ ആട്ടുന്നത്, അതിന്റെ കാര്യങ്ങൾ, അപ്പം അതിലും ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഭസ്മം അവർ ഉപയോഗിക്കുന്നുണ്ട്, ചന്ദനം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ അന്നദാനം അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പം പായസം ഉണ്ടാക്കുന്നുണ്ട്. പായസത്തിനാണെങ്കിലും ശർക്കര വേണം, അരി വേണം, ധാരാളം കാര്യങ്ങൾ വേണം. മാത്രമല്ല അത് പാചകം ചെയ്യാൻ നല്ല കാര്യങ്ങൾ വേണം. പ്രസാദം കൊടുക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, അപ്പൊ അവിടെ ലഡു, അത്തരം കാര്യങ്ങൾ. പിന്നെ നമുക്ക് പലതരം വിശേഷ ദിവസങ്ങളുണ്ട്. ഇപ്പം ശരിക്കും ആചാരങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ മാസങ്ങളിലും എന്തൊക്കെയോ വിശേഷങ്ങൾ ഉണ്ടാവാം. ആ സമയത്തൊക്കെ ക്ഷേത്രങ്ങളിൽ ധാരാളം ആളുകളും വരും. അപ്പോൾ അവിടെയൊക്കെ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പല ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്ഷേത്രങ്ങളേ ഉള്ളൂ നഷ്ടമില്ലാതെ ഓടുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ എന്നാൽ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളുണ്ട് താനും, അതിനൊക്കെ ആൾക്കാരുമുണ്ട്, അവിടെ അതുമായിട്ട് നിൽക്കുന്ന ധാരാളം ഭക്തരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പല അവസരങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ ഈ ക്ഷേത്രങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചന്ദനത്തിരികൾ, ചന്ദനം, പ്രസാദത്തിനുള്ള ലഡു, പായസം, പഞ്ചാമൃതം, ഇവയൊക്കെ കൊടുക്കാനായിട്ട് യുവാക്കൾക്കും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചന്ദനത്തിരി ഉണ്ടാക്കുന്നതിന് ഇപ്പം ആൾക്കാർക്ക് സ്ഥലമുണ്ടെങ്കിൽ ചിലർക്ക് സ്ഥലം കൊടുക്കാം, ചിലർക്ക് ആ പുഷ്പങ്ങൾ, ഇപ്പം പൂജ കഴിഞ്ഞിട്ടുള്ള പൂക്കളുണ്ടെങ്കിൽ അവ കളക്ട് ചെയ്യാം, ഇവ ട്രാൻസ്പോർട്ട് ചെയ്യാം. പിന്നീട് ഇത് മാറ്റി ചന്ദനത്തിരി ആക്കുന്ന പരിപാടിയാക്കാം. അല്ലെങ്കിൽ ചന്ദനം അരയ്ക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചന്ദനത്തിന്റെ റോ മെറ്റീരിയൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവാം, അത് അരയ്ക്കുന്ന കൂട്ടുണ്ടാവാം, ഇതിനു വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രസാദമാണെങ്കിൽ പായസം ഉണ്ടാക്കുന്നവർ, ലഡു ഉണ്ടാക്കുന്നവർ, പഞ്ചാമൃതം ഉണ്ടാക്കുന്നവർ, പിന്നെ ഈ പൂജകൾക്കാണെങ്കിൽ ഇപ്പൊ ഗണപതി ഹോമങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ ഭഗവതി സേവ, അത്തരം കാര്യങ്ങൾക്കാണെങ്കിൽ അതിനുവേണ്ടിയുള്ള വിറക് വേണ്ടി വരും, പല കാര്യങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ ധാരാളം സാധനങ്ങളുണ്ട്, ഫിസിക്കൽ മെറ്റീരിയൽ ധാരാളമുണ്ട്. അപ്പോൾ ഇവ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇവ നമുക്ക് പ്രോസസ് ചെയ്യാൻ, ഇവ നമുക്ക് എടുക്കാൻ, ഇതിനകത്തൊക്കെ ധാരാളം ജോലി സാധ്യതകൾ ശരിക്കും ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അത് ശരിയായ രീതിയിൽ കാണുകയാണെങ്കിൽ അത് ഇവിടെ തന്നെ ചെറിയ തൊഴിലുകളാവാം. അല്ലെങ്കിൽ ഇപ്പം ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 4-5 ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഇതിനകത്തും നിങ്ങൾക്കും ഒരു ചെറിയൊരു റവന്യൂ, ഒരു വരുമാനം കിട്ടാൻ സ്കോപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കരുനാഗപ്പള്ളി ഓണാട്ടുകര എന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നതെങ്കിലും കേരളത്തിൽ നിന്നല്ല, ഭാരതത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ ശ്രമിക്കാവുന്നൊരു കാര്യമാണിത്. ക്ഷേത്രങ്ങളിലുള്ള ചന്ദനത്തിരി, ചന്ദനം, പ്രസാദം, ഇത്തരം കാര്യങ്ങളുടെ പ്രോസസ്സിംഗ്, ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ് എന്നിവ. താങ്ക് യു. ഞാൻ കിരൺ എസ് പിള്ളൈ. ഇതൊരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമാണ്. നന്ദി, നമസ്കാരം.